السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه الفائزين أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, എന്നെ ശ്രവിക്കുന്നവരെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഖാഇദ, ഈ ഒരു ഗ്രന്ഥത്തിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ അൽ ഖവാഇദുൽ ഫിഖ്ഹിയയിലെ ഒരു മൻലൂമ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നൾമ, ഒരു കവിത, ഒരു കോർവയൊത്ത കവിത. ആ കവിതയിലെ 28ാമത്തെ ബൈത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വൽഉർഫു മഅമൂലുൻ ബിഹി ഇദാ വറദ് ഹുക്മുൻ മിനശ്ശറഇ ശരീഫി ലം യുഹദ്. നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള രീതികൾ, അത് വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ, ശരീഅത്ത്, അള്ളാഹുവിൻ്റെ മതം ഒരു നിശ്ചിത എണ്ണം ഒരു വിഷയത്തിന് വെച്ചിട്ടില്ലെങ്കിൽ, ഒരു നിശ്ചിത അളവ് വെച്ചിട്ടില്ലെങ്കിൽ, ഒരു തോത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതിൽ നമ്മൾ മടങ്ങേണ്ടത് നമ്മുടെ നാട്ടിലെങ്ങനെയാണോ അതുള്ളത് അതിലേക്കാണ്. അതിനുദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പൊതുവെ നമ്മൾ ചെലവിന് കൊടുക്കേണ്ടവരാണ്, ഭാര്യയ്ക്കും മക്കൾക്കും അതേപോലെ തന്നെ ഉമ്മക്കും ഉപ്പക്കൊക്കെ. അപ്പം എത്രയാണ് കൊടുക്കുക, നാട്ടിലെങ്ങനെയാണോ അതിൻ്റെ അളവ് പറയൂല, ആ അളവ് പൊതുവെ നാട്ടിലുള്ള അളവായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ശറഅ് എന്തിനെ പരിഗണിച്ചിട്ടുണ്ട്? നമ്മുടെ നാട്ടിലുള്ള നടപ്പ് രീതികളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ചില നിബന്ധനകളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ നിബന്ധനകൾ കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. ഇതിൻ്റെ തെളിവുകളും ഈ ഖാഇദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കച്ചവടത്തിലും നിക്കാഹിലും എല്ലായിടത്തും ഈ ഖാഇദ പ്രബലമാണ്, പ്രസക്തമാണ്. ഉർഫ്, നാട്ടിലെ ആചാരങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ നടപ്പ് രീതികൾ പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നിബന്ധനകൾ എന്താണ്? ഒന്നാമത്തെ നിബന്ധന, ഇപ്പോൾ നാട്ടിലെ ആചാരങ്ങൾ പരിഗണിക്കണം എന്നാണെങ്കിൽ അതിലൊന്നാമത്തെ നിബന്ധന, ഒരിക്കലും ശറഇൻ്റെ പ്രമാണങ്ങളോട്, മതത്തിൻ്റെ പ്രമാണങ്ങളോട് ഒരു നിലക്കും എതിരാകരുത് നമ്മളുടെ നാട്ടിലുള്ള ആ നടപ്പ് രീതി എന്നാണ് ഏറ്റവും ആദ്യത്തെ നിബന്ധന. അതോടെ തന്നെ എല്ലാ നാട്ടാചാരങ്ങളും എടുക്കുന്നതിന് ഭയങ്കരമായൊരു ഹദ് വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നോക്കുക, ഒരു നാട്ടിൽ എല്ലാ ആളുകളും നാട്ടിൽ പൊതുവെ വ്യഭിചരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നടപ്പ് രീതി നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. കാരണം വ്യഭിചാരത്തെ ഇസ്ലാം എതിർക്കുന്നു. ഒരു നാട്ടിലെല്ലാവരും ശിർക്ക് ചെയ്യുന്നവരാണ്, എല്ലാവരും ജാറത്തിൽ പോവും, എല്ലാവരും എന്നിട്ട് അവിടുത്തെ വലിയനെ വിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും, നാട്ടിലുള്ള എല്ലാ ആളുകളും ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ നമ്മളും ആ നാട്ടിലെല്ലാവരും ചെയ്യുന്നതല്ലേ, അതിനെ ദീന് പരിഗണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പറ്റൂല. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പല വിഷയങ്ങൾ, എല്ലാവരും കല്യാണ പരിപാടികളിൽ സംഗീതം ഉപയോഗിക്കൽ, അത് നാട്ടിലെല്ലാവരും ചെയ്യുന്നല്ലേ, അപ്പോൾ നമ്മൾ മാത്രം ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മളെ കല്യാണമൊക്കെ നടത്തുമ്പോൾ നാട്ടിലെ ആചാരങ്ങൾ കൂടി പരിഗണിക്കണ്ടേ എന്ന് പറഞ്ഞാൽ
നാട്ടിലെ ആചാരങ്ങളും നടപ്പ് രീതികളും ശറഇന് എതിരാകരുത്, അള്ളാഹുവിൻ്റെ മതത്തിനെതിരാകരുത്. കാരണം അടിമകൾക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളെ തിരുത്താൻ അവകാശമില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഉറുഫിനേക്കാൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രബലമായി കൊണ്ടു നടക്കുന്നത്, നമ്മുടെ നാട്ടിലെ നടപ്പ് രീതികളേക്കാൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് കാരണം. പിന്നെ നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ എന്തെങ്കിലും ബാത്തിലായ കാര്യങ്ങളായിരിക്കും അതിൻ്റെ അവലംബം. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ്റെ അവലംബം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെയും നമ്മുടെ നാട്ടിലെ ഒരു നടപ്പ് രീതിയെ നമ്മൾ നടപ്പിൽ വരുത്തണമെങ്കിൽ അത് ഒരിക്കലും നമ്മളുടെ മതത്തിന് എതിരാകരുത് എന്ന നിബന്ധനയുണ്ട്. ഇത് നമ്മൾ മുമ്പ് ഒരു ഇതിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇത് പ്രത്യേകം അദ്ദേഹം ഒരു ബൈറ്റായി കൊടുത്തോന്ന് അദ്ദേഹം ശീലങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ഇബാദത്തുകളല്ലാത്ത നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു, ആദത്തുകളെ പറ്റി പറഞ്ഞിരുന്നു. ഇവിടെ ഉറുഫിനെ പറ്റി പ്രത്യേകമായി സൂചിപ്പിച്ചു പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, സ്വഹീഹായ ശരിയായ പരിഗണനീയമായ ഉറുഫുമുണ്ട്, പരിഗണനീയമല്ലാത്ത ഉറുഫുമുണ്ട്. പരിഗണനീയമായ ഉറുഫാകണമെങ്കിൽ അത് ജനങ്ങൾ പൊതുവെ പരിചയിച്ച് പോകുന്നതാണ്. അത് ശറഇനെതിരല്ല, അത് ഹറാം ഹലാലാക്കുന്നില്ല, ഹലാലിനെ ഹറാമാക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിലാണ് ആ ഉറുഫ് പരിഗണിക്കപ്പെടുക. അല്ലാത്തിടത്തോളം കാലം ആ ഉറുഫ്, ആ നാട്ടിലുള്ള നടപ്പ് രീതി ഒരിക്കലും പരിഗണനീയമാവുകയില്ല. പിന്നെ രണ്ടാമത്തെ വിഭാഗം ഫാസിദായ ഉറുഫാണ്. നമ്മൾ മനസ്സിലാക്കി, ഫാസിദായ ഉറുഫ് എന്ന് പറഞ്ഞാൽ ശറഇനെതിരായ ഉറുഫുകളാണ്. പിന്നെ നിബന്ധന, നാട്ടിലെ ഏതെങ്കിലും രണ്ട് വീട്ടുകാർ ചെയ്തത് ഉറുഫായി പരിഗണിക്കുകയില്ല. ഏതെങ്കിലും ചില ആളുകൾ ചെയ്യുന്നത് എന്തായിട്ട് പരിഗണിക്കില്ല, ഉറുഫായിട്ട് അധിക ജനങ്ങളും നാട്ടിലുള്ള അധിക ആളുകളും ഈ ഒരു നടപ്പ് രീതിയാണ് കൊണ്ടു നടക്കുന്നത് ഉണ്ടാകണം. അത് പൊതുവെ എല്ലാവരും ചെയ്യുന്നതായിരിക്കണം, അതങ്ങനെ എല്ലായിടത്തും കാണുന്നതായിരിക്കണം, എങ്കിലാണ് അത് പരിഗണനീയമാവുക. അല്ലാത്തിൻ്റെ പിന്നെ ഉറുഫ് തന്നെ പറയൂല. പിന്നെ അത് ചില ആളുകളുടെ ശീലങ്ങളെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു നിബന്ധന, നമ്മൾ ഒരു കച്ചവടം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിക്കാഹ് നടത്തുമ്പോഴൊക്കെ ആണല്ലോ നമ്മുടെ പിന്നെ ഉറുഫ് പ്രത്യേകം, അത് നല്ലോണം ശ്രദ്ധിച്ചോളി. മൂന്നാമത്തെ നിബന്ധന, എപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ പരിഗണിക്കുക? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ ഇപ്പം എന്താണ് ചെയ്യുക? നാട്ടിലെ ആചാരങ്ങൾ പരിഗണിക്കണം എന്നുള്ളിടത്തല്ലേ. ആ സമയത്ത് ആ ഉറുഫ് നിലവിലുണ്ടാകണം. പണ്ടെന്നോ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ടായിരുന്ന രീതി പരിഗണിക്കൂല, ഇപ്പം ആ നാട്ടിലുള്ള രീതിയാണ് പരിഗണിക്കുക. അതും ഒരു നിബന്ധനയാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇനി രണ്ട് കച്ചവടത്തിൽ നിബന്ധന വെക്കുമല്ലോ. കച്ചവടത്തിൽ നമ്മൾ നിബന്ധനകൾ വെക്കും. പരസ്പരം ഒരു കച്ചവടം ചെയ്യുമ്പോൾ ആ നിബന്ധനയാണ് നമ്മൾ പരിഗണിക്കുക. എന്ത് പരിഗണിക്കൂല? അപ്പോൾ ഉറുഫല്ല നോക്കുക, നമ്മൾ വെച്ച നിബന്ധനയാണ് ആദ്യം പരിഗണിക്കുക എന്നും ശ്രദ്ധിക്കണം. പിന്നെ വ്യക്തമായ ഉറുഫായിരിക്കണം, മറഞ്ഞു കിടക്കുന്ന ഉറുഫാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഉറുഫിൻ്റെ വിഷയത്തിൽ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഉറുഫിനെ പണ്ഡിതന്മാർ പല ഖിസ്മാക്കിയിട്ടുണ്ട്. ഉറുഫ് അമലി, ഇതൊക്കെ ശറഈയായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെർമിനോളജികളാണ്. ഉറുഫ് അമലി എന്ന് പറഞ്ഞാൽ ജനങ്ങളൊരു കർമ്മം ചെയ്യുന്നു. ഇപ്പോൾ ഒരു നാട്ടിലെ ജനങ്ങൾ കല്യാണത്തിന് പ്രത്യേകമായ ഒരു വസ്ത്രം ധരിക്കുന്നു. കല്യാണമാണെങ്കിൽ ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക. അത് പ്രവർത്തിപരമായ ഉറുഫാണ്, പ്രവർത്തനത്തിലുള്ള ഉറുഫാണ്. ആ നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ദീനിനെതിരല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കുന്നതിനും തെറ്റൊന്നുമില്ല. ഇപ്പോൾ കല്യാണ ചെക്കന് സ്പെഷ്യലായിട്ട് വസ്ത്രങ്ങൾ ധരിക്കും, അതൊക്കെ ഒരു നാട്ടിൽ അങ്ങനെ തന്നെയാണ് ആ നാട്ടിൽ ഉണ്ടാകാറുള്ളതെങ്കിൽ അതൊന്നും ദീൻ എതിർക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതും കൂടി മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഉറുഫ് കൗലി ഉണ്ട്. ഉറുഫ് കൗലി എന്ന് പറഞ്ഞാൽ വാക്ക്, ചില ജനങ്ങൾ ഒരു നാട്ടിലൊരു വാക്ക് പറഞ്ഞാൽ അതായിരിക്കും. നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞു, ഖുബ്സ് പറഞ്ഞായിരുന്നു. ഈ നാട്ടിൽ ഖുബ്സ് എന്ന് പറഞ്ഞാൽ അതാണ് എങ്കിൽ അതാണ് അവിടെ പരിഗണിക്കുക. ഞാൻ ഖുബ്സ് കഴിക്കൂല എന്ന് സത്യം ചെയ്താൽ അയാൾ പിന്നെ എന്തെങ്കിലും ഖുബ്സുമായി ബന്ധപ്പെട്ട് അറബി ഭാഷയിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു ഖുബ്സുമായി ബന്ധപ്പെട്ടൊരു പദം അല്ലെങ്കിൽ ഒരു സാധനം കഴിക്കുമ്പോഴേക്ക് അദ്ദേഹം സത്യം ലംഘിക്കുന്ന ആളാകുമോ ഇല്ലേ എന്നുള്ള ചർച്ചയാണ്. ഞാൻ 5000 രൂപ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ
5000 തരാമെന്ന് പറഞ്ഞാൽ 5000 രൂപ എന്നല്ല, 5000 തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 5000 തരാമെന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. സൗദിയിൽ പറഞ്ഞാൽ എന്തേക്കാരം റിയാലായിരിക്കും. അതൊക്കെ ആ നാട്ടിൽ പൊതുവെ പ്രചാരത്തിലുള്ളതാണ്, അതാണ് നമ്മൾ സ്വീകരിക്കുക. ചില നാട്ടിൽ ദാബത്ത് എന്ന് പറഞ്ഞാൽ കഴുതേക്കാരം. ദാബത്ത് പറഞ്ഞാൽ ദാബത്ത് പറഞ്ഞാൽ പൊതുവെ ജന്തുക്കൾക്കൊക്കെ ദാബത്ത് അറിയും. ഇത് അറബി ഭാഷയിലുള്ളതുകൊണ്ടാണ് ദാബത്ത്. നമ്മൾ മലയാളത്തിലേക്കാണ് പറഞ്ഞോളി. നമ്മുടെ നാട്ടിൽ ചില പദങ്ങൾ അതിനു വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ദാബത്തിനെ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഹിമാറായിരിക്കും, കഴുതയായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ ദീന് തന്നെയാണ് അപ്രമാദിത്വമുള്ളത്. ദീനിനെ കവച്ച് വെക്കുന്ന ഒന്നുമില്ല. നമ്മുടെ മതം അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാറ്റിനേക്കാളും നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ദീനാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ കൊണ്ട് നടക്കേണ്ടതും നമ്മളുടെ മതമാണ്. അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്തത് 29ാമത്തെ ഖായിദയാണ്. അതും നമ്മൾ കൃത്യമായി ഉർഫിനെ കുറിച്ച് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. 29ാമത്തേത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി സൂചിപ്പിക്കാം. എന്തായാലും നമ്മൾ ഇന്നിരുന്നതല്ലേ. 29ാമത്തെ ബൈത്ത് എങ്ങനെയാണ്? മുആജിലുൽ മഹ്ദൂരി ഖബ്ല ആനിഹി ഖദ് ബാഅ ബിൽ ഖുസ്റാനി മഅ ഹിർമാനിഹി. മുആജിലുൽ മഹ്ദൂർ ഖബ്ല ആനിഹി, ഒരാൾക്ക് ഇപ്പോൾ അനുവദിക്കപ്പെടാത്ത ഒരു കാര്യം അത് അനുവദിക്കപ്പെടുന്ന സമയമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് ധൃതി കാണിച്ച് അത് എടുക്കാൻ പോയാൽ ഖദ് ബാഅ ബിൽ ഖുസ്റാനി, അവൻ നഷ്ടം കൊണ്ട് മടങ്ങേണ്ടി വരും. മാ ഹിർമാനി, അവനത് ലഭിക്കുകയുമില്ല എന്നുള്ളത് ശറഈൻ്റെ ഒരു ഖായിദയാണ്. അതെന്താ ഇപ്പോൾ പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് വാപ്പ മരിച്ചാലാണല്ലോ അനന്തര സ്വത്ത് കിട്ടുക. വാപ്പ മരിക്കുന്നത് വരെ ആ സ്വത്തിന് അയാൾ എന്തല്ല, അവകാശമല്ല. ഇയാളിത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വാപ്പാനെ കൊന്നു. ഒരാൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? വാപ്പാനെ കൊന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് ശറഈൻ്റെ നിയമം. അയാൾക്ക് അവകാശപ്പെട്ടതാകട്ടെ എന്താകട്ടെ, അയാൾക്ക് ഇപ്പം അനുവദിക്കപ്പെടാത്തത് അത് സമയമാകുന്നതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തു? ധൃതി കാണിച്ച് അതിലേക്ക് ചെന്നു. അതുകൊണ്ട് അയാൾക്ക് മഹ്റൂമായി പോകും എന്ന് ദീനിൻ്റെ പൊതുവെയുള്ള ഖായിദയാണ്. മൻ തഅജ്ജല ശൈഅൻ ഖബ്ല അവാനിഹി ഊഖിബ ബിഹിർമാനിഹി എന്നാണ് ശറഈൽ ഇതിനെ പറയൽ. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഇത് പറയും. ഒരാൾ ഒരു കാര്യം അത് സമയമാകുന്നതിന് മുമ്പ് ധൃതി കാണിച്ചാൽ അയാൾക്കത് ലഭിക്കാതെ പോകുക എന്നുള്ളതാണ് ദീന് കൊടുക്കുന്ന ശിക്ഷ. ദീൻ അങ്ങനെയാണ് അയാളെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അത് പ്രസിദ്ധമായൊരു ഖായിദയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി തന്നെ നമ്മൾ സൂചിപ്പിക്കും. ഇപ്പോൾ സുബഹി കുറച്ച് അങ്ങോട്ടാണ്, 5:30 ബാങ്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസ്കാരം ആകുമ്പോഴത്തേനും കുറച്ച്, പിന്നെ നിസ്കാരം കഴിഞ്ഞ് അദ്കാർ ചൊല്ലി ഇവിടെ എത്തുമ്പോഴത്തേന് പിന്നെയും സമയമാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ രൂപത്തിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പുതിയ വർഷമായി, കലണ്ടർ മാറുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കണം, പുതിയ വർഷത്തിൽ എടുക്കണം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് ആയുസ് ഉണ്ടോ എന്നും കൂടി പരിശോധിക്കണം. കുറേ തീരുമാനം എടുത്തിട്ടേ നമ്മുടെ തീരുമാനങ്ങൾക്കൊക്കെ എത്ര ആയുസ് ഉണ്ടാവും? പൊതുവെ ഉറച്ച തീരുമാനങ്ങൾ എന്ന് നമ്മൾ പറയും. നമ്മുടെ അസ്മുകൾക്ക്, നമ്മുടെ ഒരു ഭയങ്കരമായ തീരുമാനം എന്നൊക്കെ പറയുന്ന ആ ഒരു ഉറച്ച തീരുമാനങ്ങൾക്ക് എത്ര ആയുസ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കണം. അതിനെത്ര ആയുസ് ഉണ്ടാവും നമ്മളെ തീരുമാനങ്ങൾക്ക്? 1 ദിവസം, 2 ദിവസം, ഒരാഴ്ച? അങ്ങനെയുള്ള തീരുമാനങ്ങളാവരുത്. ഖബർ വരെ നിലനിൽക്കുന്ന തീരുമാനങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഹറാമുകളും ഒഴിവാക്കി അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഖബറിൽ നമുക്ക് സന്തോഷമാകണം, മഹ്ശറിൽ നമുക്ക് സന്തോഷമാകണം. അതിന് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം. നല്ല നിയ്യത്ത് കിട്ടാൻ തന്നെ വലിയ തൗഫീഖാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ തോന്നുക എന്ന് പറയുന്നത് തന്നെ ഈ കാലഘട്ടത്തിൽ വലിയ തൗഫീഖായി നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മൾ ജമാഅത്തായി കിട്ടുക എന്നുള്ളത് വലിയ തൗഫീഖാണല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാ വക്തും ജമാഅത്തായി ലഭിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അതേപോലെ നമ്മൾക്ക് ആ പറയപ്പെട്ട നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നമ്മൾക്ക് സാധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുന്ന
ഈ പറയപ്പെട്ട ദീനിൻ്റെ നിയമങ്ങളും ദീനിൻ്റെ കായിദകളും ഉസൂലുകളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെ പേടിച്ച് ബസീറത്തോടു കൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹിനെ തൃപ്തിപ്പെടുന്ന നല്ല അടിമകളായി ജീവിക്കാൻ, അടിയാത്തികളായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.